കപ്പലണ്ടിയും മസിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മറ്റെന്തിനും അപ്പുറത്തായി ആത്മബന്ധം തന്നെയുണ്ടെന്ന് തെളിയിക്കുകയാണ് തൃശൂരിലെ മസിൽമാനായ കപ്പലണ്ടി കച്ചവടക്കാരൻ ധനേഷ്. ഇത് തൃശൂർ കൈരളി ശ്രീ തിയേറ്ററിന് മുന്നിൽ വർഷങ്ങളായി കപ്പലണ്ടി കച്ചവടം നടത്തുന്ന പൂങ്കുന്നം സ്വദേശി ധനേഷ്. കണ്ടുപരിചയമുള്ളവർക്ക് പോലും അറിയാവുന്നത് ഈ ധനേഷിനെയാണ്. എന്നാൽ അധികം ആളുകൾക്ക് അറിയാത്തൊരു ധനേഷുണ്ട്. അത് വെറുമൊരു കപ്പലണ്ടി കച്ചവടക്കാരനായ ധനേഷ് അല്ല, മറിച്ച് മിസ്റ്റർ തൃശൂരായ ധനേഷാണ്. അതെ, തൃശൂരിൽ നടന്ന ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ ശരീര സൗന്ദര്യ മത്സരത്തിലെ ടൈറ്റിൽ വിന്നറായിരുന്നു ധനേഷ്. മുമ്പൊന്നും ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ജിമ്മിന് പോയപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ കോമ്പറ്റീഷൻ ചെയ്യാന്നുള്ളൊരു ഇത് വന്നു, മൈൻഡ് വന്നു. പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. അത്രയും പാഷനാണ് എനിക്ക് ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 15-ാം വയസ്സിൽ നഗരത്തിൽ കപ്പലണ്ടി കച്ചവടം ആരംഭിച്ച ധനേഷ് 10 വർഷത്തോളമായി ബോഡി ബിൽഡിംഗ്, മോഡലിംഗ് രംഗത്ത് സജീവമാണ്. രാവിലെ അരിമ്പൂരിലുള്ള ജിമ്മിലെത്തി മണിക്കൂറുകൾ നീണ്ട ചിട്ടയായ വ്യായാമവും പരിശീലനവും. ഉച്ചതിരിഞ്ഞ് നഗരത്തിലെത്തി കപ്പലണ്ടി കച്ചവടം. ഒന്ന് ഉപജീവന മാർഗമെങ്കിൽ മറ്റൊന്ന് ജീവശ്വാസം പോലെ കരുതുന്ന പാഷനാണ്. രണ്ടിലും അഭിമാനം മാത്രമാണ് ഈ ചെറുപ്പക്കാരന്. 15 വയസ്സിൻ്റെ തുടങ്ങിയതാണ് ഈ ഫീൽഡ്. അതിനൊരു കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു കുറച്ചിലോ നടക്കേണ്ടൊന്നുമില്ല. കാരണം എന്നെ ഞാനാക്കിയത് ഈ ഒരു കച്ചവടം തന്നെയാണ്. അതിനൊരു അഭിമാനമുള്ളൂ. ആകെയുള്ള വിഷമം ഒരു സ്പോൺസറെ കിട്ടാതെ വന്ന് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാതായതാണ്. ഈ ഒരു കച്ചവടത്തിൽ മാത്രം വരുമാനം കിട്ടില്ല ബോഡി ബിൽഡിങ്ങും മോഡലിങ്ങും ചെയ്യാനായിട്ട്. ഇപ്പം ഈ വർഷം തന്നെ പലിശയ്ക്ക് പൈസയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വർഷത്തെ കോമ്പറ്റീഷൻ കേരളയും ഒന്നും ഞാൻ ചെയ്യുന്നില്ല, സാമ്പത്തികം ഇല്ലാതെ തന്നെ ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിനി മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു സ്പോൺസർ കിട്ടണം, കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മയും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം നൽകുന്ന പിന്തുണയാണ് ധനേഷിന് കൂടുതൽ കരുത്തേകുന്നത്. കപ്പലണ്ടിക്കാരനിലെ മസിൽമാനെ ആളുകൾ കൂടുതലായി തിരിച്ചറിഞ്ഞു വരികയാണ്. അപ്പോഴും കച്ചവടത്തിനൊപ്പം പാഷനുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഈ മിസ്റ്റർ തൃശൂരിന്റെ തീരുമാനം.